ഹലോ ഗായ്സ്, എന്നാണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. അതിന് മദർഹുഡ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിലോട്ട് കിടക്കാം. ഒരു പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ സ്ത്രീകളുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിദത്തമായ രീതിയിൽ നമ്മുടെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റണേ, അതായത് സുഖപ്രസവത്തിലൂടെ, സിസേറിയൻ അല്ലാതെ സുഖപ്രസവത്തിലൂടെ നമുക്ക് നമ്മുടെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റണേ എന്നുള്ള ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയും ഉണ്ടാകൂല എന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പക്ഷെ നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കത് സാധിക്കാറില്ല. കാരണം പല ഇഷ്യൂസ് ഉണ്ട്. ചിലർക്ക് കുഞ്ഞ് തിരിഞ്ഞു വരില്ല, ചിലർക്ക് ഇപ്പം BP കൂടുതലായിരിക്കാം, ചിലർക്ക് ഷുഗർ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ കോഡ് കുഞ്ഞിൻ്റെ എവിടെയെങ്കിലും ചുറ്റാം. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ പല 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 ഇഷ്യൂസിൻ്റെ പേരിൽ ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് ഒക്കെ കുഞ്ഞിൻ്റെ കുറഞ്ഞു പോകാം. അപ്പോൾ പെട്ടെന്നായിട്ട് എമർജൻസി ആയിട്ട് നമ്മൾ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങളാൽ തന്നെ നമുക്കിപ്പം നോർമൽ ഡെലിവറി നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ കുറച്ച് ആൾക്കാർക്ക് ഇപ്പം ഒരു എന്താ പറയുക 60% ആൾക്കാർക്ക് ഇപ്പം നോർമൽ ഡെലിവറി നടക്കാറുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ ഒരു പഠനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സുഖപ്രസവം നടക്കാൻ, അതായത് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട് കുഴപ്പമൊന്നും ഇല്ലാത്തവർക്ക് ഒരു സുഖപ്രസവം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 4 ടിപ്പ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടിപ്പിലോട്ട് കിടക്കാം. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാക്കിംഗ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ പറഞ്ഞു തരുന്ന കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേറെ ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ള എന്തെങ്കിലും ഒരു ഡെസ്റ്റിനേഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഷോപ്പിൽ പോകണം, പർച്ചേസ് ചെയ്യണം, അപ്പോൾ നിങ്ങൾക്കത് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും വീട്ടിൽ വണ്ടിയുണ്ട്. വണ്ടി ഇല്ലാത്ത ഒരു മനുഷ്യന്മാർ പോലില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2 വീലറെങ്കിലും ഇല്ലാത്ത ഒരു വീട് പോലും ഇപ്പോൾ കാണില്ല, അല്ലേ? അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകാന്നിരിക്കുക, നമ്മളൊന്ന് നല്ല മനസ്സോടെ കൂടെ നമ്മളൊന്ന് പുറത്തോട്ട് പോവുക, ഒന്ന് നടന്ന് പോയേക്കാന്നുള്ള ധാരണ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും അന്നേ വരെ നമ്മളോട് മിണ്ടൂല്ലാത്ത മനുഷ്യന്മാർ വരെ വേണമെങ്കിൽ നമുക്കൊരു ലിഫ്റ്റൊക്കെ തരും, മോളെ കയറിക്കോ, കാരണം വെച്ചാൽ നമ്മൾ പ്രഗ്നൻ്റ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പ്രലോഭനത്തിൽ വീഴ്ത്താൻ വേണ്ടി ഒത്തിരി ആൾക്കാർ വരും. പക്ഷെ നമ്മൾ അതിലൊന്നും വീഴാൻ പാടില്ല. നമ്മളപ്പോൾ പറയാം താങ്ക് യു കേട്ടോ, ഞാൻ നടന്നോളാം, എക്സസൈസിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിഷമിപ്പിക്കാൻ വേണ്ട, നമ്മളങ്ങ് നടന്നേക്കുക. നമ്മൾ മാക്സിമം ഇപ്പോൾ ഒരു 5-10 മിനിറ്റോ ഒക്കെ നടക്കാനുള്ള ഡിസ്റ്റൻസ് ആണെങ്കിലും നിങ്ങൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടക്കുക. ഈ നടക്കുന്ന ശരിക്കും ഒരു നോർമൽ ഡെലിവറിക്ക് നമുക്ക് നല്ലൊരു എന്താ പറയുക നോർമൽ ഡെലിവറിക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് വാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നടക്കുക. ഇപ്പോൾ രാവിലെ കുറച്ച് നേരം നടക്കുക, വീടിന് നടക്കുക, സ്ഥലമൊന്നും ഇല്ലാത്തൊരു വീടിന് ചുറ്റിനും നടക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നിങ്ങൾ ടെമ്പിളിൽ പോവുകയാണെങ്കിലും ഇപ്പോൾ ഒന്ന് ചർച്ചിൽ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നടക്കുക. വണ്ടികളൊക്കെ മാക്സിമം ഒഴിവാക്കുക, വണ്ടിയൊക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മൾ നടക്കുക. അപ്പോൾ നമുക്കതൊരു നല്ലൊരു നമ്മുടെ ബോഡിയൊക്കെ അയഞ്ഞ് നമുക്കതൊരു നോർമലിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു ടിപ്പാണ് വാക്കിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എക്സസൈസ്. നമുക്കറിയാം, നമ്മൾ യൂട്യൂബിൽ തന്നെ ചെക്ക് ചെയ്താൽ അറിയാം, നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി എക്സസൈസ് ഉണ്ട്. പക്ഷേ ഈ എക്സസൈസ് ഞാൻ ഒരു സെക്കൻഡറി ഓപ്ഷനായിട്ടേ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ന്യൂസുകൾ ഞാൻ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുണ്ട്. അതായത് പ്രഗ്നൻസി ടൈമിൽ എക്സസൈസ് ചെയ്തിട്ട്, അതായത് കാല് സ്ലിപ്പായി കുഞ്ഞ് മരിച്ചു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും ബോഡിയിൽ ഫ്രാക്ചർ വന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രഗ്നൻസിയിലുള്ള കാരണം ആ ഒരു പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ബോഡിക്ക് അത്ര ബലമൊന്നും കാണില്ല, പെട്ടെന്ന് നമുക്കൊരു കൺട്രോളൊന്നും കിട്ടില്ല, എവിടെ ഒരു പിടുത്തം കിട്ടില്ല, ചിലപ്പം പെട്ടെന്ന് സ്ലിപ്പായി പോവാം. അപ്പം അതിൻ്റെയൊക്കെ എന്താ പറയുക ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിപ്പോയാൽ വെറുതെ ഒരു റിസ്കിന് നിൽക്കണ്ടല്ലോ എന്നുള്ള ധാരണയിലാണ് ഞാനൊരു സെക്കൻഡറി ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യുന്നതും നല്ലതാണ്. പക്ഷേ നമ്മൾ ബി കെയർഫുൾ എന്ന് പറയുന്നത് പോലെ നന്നായി കെയർഫുൾ ആയിരിക്കുക, നന്നായി ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി എങ്ങനത്തെ എക്സസൈസാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നെക്സ്റ്റ് തേർഡ് പോയിന്റ്. ഈ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് തന്നെ ഒരു പുതിയ ഇൻഫർമേഷൻ, അതായത് ഈ റീസെൻ്റ്ലി എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്.
അത് ജെനുവിനാണ് ഞാൻ വിശ്വസിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് പറഞ്ഞു തന്നത് ഒരു മുസ്ലിം ചേച്ചിയാണ്. ആളൊരു ഡോക്ടറാണ്, എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ്. അപ്പോൾ പിന്നെ ആ ചേച്ചി അത് പറഞ്ഞത് മുസ്ലിം ചേച്ചി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ജെന്യുവിൻ കേസ് ഒരു എന്താ പറയുക ഒരു ടിപ്പാണെന്നുള്ളത്. കാരണം നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നോർമൽ ഡെലിവറി നടക്കുന്നത് ആർക്കാ? മുസ്ലിംസിനല്ലേ. നമ്മൾ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ള വേണമെങ്കിൽ ഒരു 1% മുസ്ലിം ലേഡീസിനെ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് സിസേറിയനൊക്കെ നടക്കാറുള്ളൂ. ബാക്കി അവർക്കൊക്കെ നോർമലാണ് നടക്കുക. അപ്പം ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ടോ, ഈ ഏതെങ്കിലും ഒരു മുസ്ലിം സുഹൃത്ത് നമുക്ക് പറഞ്ഞു തരുമായിരുന്നെങ്കിൽ, ഈ നോർമൽ ആവാനുള്ള എന്തെങ്കിലും വഴി പറഞ്ഞു തരുമായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ചോദിക്കാനും ഒക്കെ ഒരു മടി, കാരണം അവർക്കത് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഉണ്ട് ഞാൻ അധികം ദിവസമായിട്ടില്ല. അപ്പോൾ എന്നോട് തൊട്ടടുത്ത ചേച്ചി എന്നോട് ഞാനിങ്ങനെ എൻ്റെ വീഡിയോസിൻ്റെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാന്നൊരു ചേച്ചി എനിക്കിങ്ങനെ ഒരു ക്യാഷ്വൽ ടോക്കിൻ്റെ ഇടയ്ക്ക് ചേച്ചി ഇങ്ങനെ എനിക്ക് പറഞ്ഞു തന്നു. അതായത് ഇത് ഡെലിവറിക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെനഫിറ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണിത് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്നെ പുതിയ ഇൻഫർമേഷൻ. അപ്പോൾ ആ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറിങ് പ്രഗ്നൻസി നമ്മൾ ഇൻ്റർകോഴ്സ് ചെയ്യുകയാണെങ്കിൽ എക്സെപ്റ്റ് 3 months, അതായത് ഫസ്റ്റ് 3 months നമ്മൾ ഇൻ്റർകോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്സ് ടു നോർമൽ ഡെലിവറി. നിങ്ങൾക്കിത് അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് എനിക്കിതൊരു പുതിയ അറിവാണ്. അപ്പം ഒന്നും കൂടെ ഞാൻ പറയുന്നു, നോട്ട് ദ പോയിന്റ്, എക്സെപ്റ്റ് ഫസ്റ്റ് 3 months. ഫസ്റ്റ് 3 months ചെയ്യരുത്. അത് നമ്മൾ നല്ല കെയർ ചെയ്യേണ്ട ഒരു 3 മാസമാണ്. അതിനുശേഷം നമ്മൾ ഇൻ്റർകോഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ യൂട്രസ് ഒക്കെ ഓപ്പൺ ആവാൻ, ബോഡി ഫുള്ളായാൻ, അവിടെയൊക്കെ കുഞ്ഞ് വേഗം എന്താ പറയുക പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞത്. അപ്പോൾ നമുക്കത് എന്തായാലും ജെന്യുവൻ ആയിട്ടുള്ളൊരു കേസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മുസ്ലിം ചേച്ചിയാണ് പറഞ്ഞു തന്നത്, ഒരു ഡോക്ടറാണ്. അപ്പോൾ എന്തായാലും ജെന്യുവൻ കേസാണ്, നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. ഓക്കെ. പിന്നെ അടുത്ത വേറെ കാര്യം പറഞ്ഞു വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് റെസ്റ്റ് എടുക്കണം. അതായത് ബോഡിയിൽ അധികം പ്രഷർ പാടില്ല, അല്ലെങ്കിൽ ബോഡിയിൽ എന്താ പറയുക ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നെവർ ഡു ദാറ്റ്. ഓക്കെ. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് ഓർത്തുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ബെഡ് റെസ്റ്റ് ഉള്ള ആളൊന്നും പോയി ചെയ്യരുത് കേട്ടോ. കാരണം വെച്ചാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചെയ്തതെന്ന് പറയല്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഒന്നാമത്തെ ഇതിൽ സപ്പോയിൻ്റായിട്ട് ഞാൻ ഫസ്റ്റ് പറയുന്നു, ഇതിൽ എക്സെപ്റ്റ് അതായത് ഫസ്റ്റ് 3 months നെവർ ഡു. ആൻഡ് ഇഫ് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യരുത്. ഓക്കെ. അപ്പം ബാക്കി മന്ത് നിങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് 9 months വരെ ചെയ്യാം എന്നാണ് ചേച്ചി എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് എനിക്കൊരു പുതിയ പോയിൻ്റാണ്. അപ്പോൾ ആ പോയിന്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഓക്കെ. 4th പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുഞ്ഞുങ്ങൾ തിരിഞ്ഞു വരാത്തതിൻ്റെ പേരിൽ നമുക്ക് സിസേറിയൻ ആവുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതായത് എനിക്ക് കുഞ്ഞൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ ഒരു കസിൻ ചേച്ചി ഉണ്ട്. ആ ചേച്ചി എന്നോട് പറഞ്ഞു തന്നാണ്, നമ്മുടെ ഹോമിയോപ്പതിയിൽ കുഞ്ഞ് തിരിഞ്ഞു വരാനുള്ള ഒരു മരുന്നുണ്ട് പോലും. അപ്പോൾ ഹോമിയോ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, പേടിക്കാണ്ട് നമുക്ക് കഴിക്കാം. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് തിരിഞ്ഞു വരുന്നു. അപ്പോൾ ആ ചേച്ചീൻ്റെ ഫസ്റ്റ് കേസിൽ ആ ചേച്ചീൻ്റെ കുഞ്ഞ് തിരിഞ്ഞു വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചേച്ചിക്ക് ഓക്കെ തിരിഞ്ഞ് കുറേ ട്രൈ ചെയ്ത് കുറേ വേദനയൊക്കെ സഹിച്ചു. പിന്നെ തിരിഞ്ഞു വരുന്നോടം വരെയൊക്കെ എന്തൊക്കെയോ വെയിറ്റ് ചെയ്തു, അങ്ങനെ എന്തോ ഒരു കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ചേച്ചി എന്ത് കാണിച്ചു, ആ ചേച്ചി പോയിട്ട് ഹോമിയോ മരുന്ന് വാങ്ങി കഴിച്ചു. ഹോമിയോ മരുന്ന് വാങ്ങി കഴിച്ചപ്പോൾ ചേച്ചീൻ്റെ കുഞ്ഞ് തിരിഞ്ഞു വന്നു. അതായത് കുഞ്ഞ് തിരിയാതിരിക്കുന്ന കുഞ്ഞായിരുന്നു. അപ്പം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക്, അതായത് ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് കുഞ്ഞ് തിരിഞ്ഞ് വരാത്ത എന്തെങ്കിലും പ്രോബ്ലംസ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യപ്പെടും. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ ചേച്ചി കഴിച്ചു. ആ ചേച്ചിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്നുമാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ഈ ഹോമിയോ മരുന്ന് കഴിക്കാം. ഞാൻ കഴിച്ചിട്ടില്ല, കാരണം എനിക്ക് അതിനപ്പുറം കുറേ ഇഷ്യൂസ് വേറെയാണ്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഷുഗറൊക്കെ പിടിച്ചിട്ട് അതിനപ്പുറം വേറെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ തിരിഞ്ഞു വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പോയില്ല. അതിനപ്പുറം ഞാൻ വിഷമിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടേഴ്സിനാണെങ്കിലും പോയി ചോദിച്ചോ. കാരണം ഹോമിയോ ആയാലും നമുക്ക് വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കഴിച്ചോ. കുഞ്ഞ് തിരിഞ്ഞ് ഇപ്പോൾ കുറേ പേര് കേൾക്കുന്നതാണ്, കുഞ്ഞ് തിരിഞ്ഞ് വരാത്തതിൻ്റെ പേരിൽ നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരുന്നു നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രകൃതിദത്തമായ രീതിയിൽ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നടക്കട്ടെ. അപ്പോൾ നിങ്ങളത്
ട്രൈ ചെയ്യുവാണെങ്കിൽ ട്രൈ ചെയ്തോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ പോയിന്റ്സ്. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു, വാക്കിംഗ് നന്നായി നടക്കുക. നിങ്ങൾ വണ്ടികളൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നന്നായിട്ട് നിങ്ങൾക്ക് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടേക്ക് എവിടെ വെച്ചാൽ നിങ്ങൾ നടന്നുകൊള്ളുക. സെക്കൻഡ് വൺ എക്സസൈസ്. അത് ഞാൻ പറഞ്ഞല്ലോ, ബി കെയർഫുൾ. അത് ഒരിക്കലും നമ്മുടെ വീഴ്ച കൊണ്ട് ഒരിക്കലും സ്ലിപ്പാവും അങ്ങനെ ചെയ്തുകൊണ്ട് കുഞ്ഞിനോ നമുക്കോ ഒരു കേടുപാട് വരരുത്. തേർഡ് വൺ എന്ന് പറഞ്ഞത് പ്രഗ്നൻസി ടൈമിൽ ഇൻ്റർകോഴ്സ് ചെയ്യുക എന്നുള്ളത്. ഇൻ്റർകോഴ്സ് ഞാൻ പറഞ്ഞു എക്സെപ്റ്റ് ഫസ്റ്റ് 3 months ആണ്. ബാക്കി ടൈമിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആരും ഇതൊന്നും ചെയ്യാൻ പോയേക്കരുത്. ഡോക്ടർ ട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളവരാണ് ചെയ്യാൻ പോയേക്കരുത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് കുഞ്ഞ് വരാത്ത അവസ്ഥ, കുഞ്ഞ് തിരിഞ്ഞ് വരാൻ വേണ്ടി നമുക്ക് ഹോമിയോയിൽ ഒരു മരുന്നുണ്ട്, അത് വാങ്ങിക്കഴിക്കുക. ആ ഡോക്ടറോട് പോയി പറഞ്ഞാൽ മതി, കുഞ്ഞ് തിരിഞ്ഞ് വരാനുള്ള മരുന്ന് തരാമോ, നോർമൽ ഡെലിവറിക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് തരും. അപ്പം നമുക്ക് എഫക്റ്റീവ് ആയിക്കോട്ടെ, വേറെ ദോഷങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.